അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാണ്, പക്ഷേ പെട്ടെന്നാണ് ഒരു വാർത്ത കണ്ടത്. അപ്പം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് വന്നിരുന്നതാണ്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ എനിക്ക് രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒത്തിരി കഠിനമായ വാക്കുകളൊന്നും പറയാത്തത്. അപ്പം സിമ്പിളായിട്ടുള്ള വിമർശനം, റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ വയനാട് ചൂരൽമല ഉണ്ടായ ദുരന്തം നമ്മളേവരെയും നടുക്കി കളഞ്ഞു അല്ലേ എന്ന് വെച്ചാൽ അതുപോലെ സങ്കടമായി. കാരണം ആ ദിവസങ്ങളിലൊന്നും ഉറക്കമില്ലായിരുന്നു. കാരണം എവിടെ TV ഓൺ ചെയ്താലും ഫോൺ ഓൺ ചെയ്താലും എല്ലാത്തിലും ഈ വാർത്തകൾ മാത്രമേ ഉള്ളൂ. കാരണം മരണം അതാണ് നമുക്ക് ഏറ്റവും സങ്കടപ്പെടുത്തിയത്. പിന്നെ നാശനഷ്ടങ്ങൾ, വീടെല്ലാം പോയി, ഓരോരുത്തരുടെ എല്ലാ വീടുകളും പോയി ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ ക്യാമ്പിൽ മാറി താമസിക്കുന്ന ആൾക്കാരുടെ കഷ്ടം, സമയത്തിന് ഭക്ഷണം കിട്ടായിക, അതും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും, അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ അംഗങ്ങളും പോയി ഒറ്റപ്പെട്ടു പോയ ആളുകൾ, അതുപോലെ തന്നെ വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെയും സഹപ്രവർത്തകരുടെയും മറ്റുള്ള മാഷന്മാരുടെയൊക്കെ കരച്ചിൽ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാട് ഹൃദയഭേദകമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെയൊക്കെ കരച്ചിൽ കണ്ടാൽ, അതുപോലെ തന്നെ ആ മറ്റുള്ള അധ്യാപകരുടെ കരച്ചിൽ കണ്ടാൽ എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി ആ എപ്പിസോഡ് ആ ഒരു ഭാഗം കണ്ടപ്പം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് അതിനെ ആസ്പദമാക്കി ഞാനും ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുങ്ങളെ, പിള്ളേരെ പ്രത്യേകിച്ച് എനിക്കിഷ്ടമാണ്. എനിക്ക് കൊച്ചുമക്കളെ ഇഷ്ടമാണ്. കാരണം ഇവിടെ എനിക്ക് 2 മക്കളുണ്ട്. അപ്പം കൊച്ചുനാൾ മുതലേ എനിക്ക് പിള്ളേരെ ഇഷ്ടം. പിള്ളേരുടെ കൂടെ, എല്ലാ പിള്ളേരുടെ കൂടെ അല്ല, അവരോടൊപ്പം ഞാൻ ചേരാൻ, കളിക്കാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഇപ്പോഴായാലും എൻ്റെ വീട്ടിൽ ഏത് കുട്ടികൾക്കും വരാൻ സ്വാതന്ത്ര്യമുള്ള വീടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തെ എല്ലാ ഏരിയയിലും സർവ്വസ്വാതന്ത്ര്യത്തോടെ വരുന്നത് ഈ ഒരു വീട്ടിലെ വരാൻ പറ്റുള്ളെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഏത് കുട്ടികളും. ഇപ്പോഴാണ് കുട്ടികൾ വരവ് കുറവ്. കാരണം ഇപ്പോൾ കൊച്ചു മക്കൾ ഇപ്പോൾ 1-2 പേരേ ഉള്ളൂ. അപ്പോൾ എൻ്റെ 2 മക്കൾ സ്ഥലത്തും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് വരവ് കുറവ്. മറ്റേ എൻ്റെ കുഞ്ഞുങ്ങൾ, അതായത് ഈ കഴിഞ്ഞ ഒരു വർഷം വരെ ഇഷ്ടം പോലെ പിള്ളേരായിരുന്നു ഇവിടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരെ, പിന്നെ നാട്ടിലുള്ള മക്കള്, അങ്ങനെ കളിക്കാൻ പോകുന്നിടത്തെ കൂട്ടുകാര്, എല്ലാവരും ഈ വീട്ടിൽ വരാത്ത മക്കളുടെ ചുരുക്കമാണ് ഈ വീട്ടിൽ. അതുപോലെ സ്വാതന്ത്ര്യം നമ്മൾ സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാണ്, നമ്മൾ അവരുടെ കൂടെ ചേരുന്നത് കൊണ്ടാണ്. ഇപ്പം പിന്നെ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് മക്കൾ 2 പേരും ഇവിടെ ഇല്ലാത്തതും കൊണ്ടാണ്. എന്നാൽ സമയക്കുറവുകൊണ്ടാണ് പിള്ളേരുടെ കൂടെ, അല്ല ഞാൻ അവരുടെ കൂടെ കളിക്കാൻ ഇറങ്ങുന്ന കൂട്ടത്തില്ല. അപ്പം അതുപോലെ തന്നെ ഞാൻ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ടീച്ചറായിട്ട് ഞാൻ അത്യാവശ്യം ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു അധ്യാപകൻ്റെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പം എനിക്ക് അറിയാം. അപ്പം നമ്മൾ അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയാണ് അവരെ സ്നേഹിക്കുന്നത്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്കറിയാം ആ ഒരു മാഷയുടെ വേദന. അതായത് ഇത്രയും കുട്ടികൾ, ആ സാറ് 18 വർഷമായിട്ട് പിന്നെ അതായത് പ്രധാന അധ്യാപകനായിരുന്ന ആ സ്കൂളിലെ മക്കളെല്ലാം ഈ ഒരു ദുരന്തത്തിൽ പിന്നെ മാഞ്ഞുപോയി. അത് ആ ഒരു വേദന സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ആ സ്കൂളും നാശമായിപ്പോയി, മൊത്തം ഒഴുകിപ്പോയി. അപ്പോൾ ആ ഒരു സങ്കടമാണ് അധ്യാപകർക്ക്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് പിന്നെ വന്നത് അത് പറയാനല്ല വന്നത്. പറഞ്ഞപ്പോൾ ഇച്ചിരി കൂടുതലായിപ്പോയി. ഞാൻ അങ്ങനെ പറയുമ്പോൾ വേറെ സംസാരിക്കും. അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ. അപ്പം ഞാൻ പറയാൻ വന്നത്, വെള്ളാർമല സ്കൂളിലെ കുട്ടികളെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്ന ആ ഉണ്ണികൃഷ്ണ മാഷിന്റെ കരച്ചിൽ കണ്ടാൽ ഏത് ശിലയും അലിഞ്ഞു പോകും ആ കരച്ചിൽ കണ്ടാൽ അല്ലേ. അതുപോലെ സങ്കടമാണ് അധ്യാപകർക്കെല്ലാം. സാറിന്റെ കരച്ചിൽ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമാണ്. ഓർക്കുമ്പോൾ കണ്ടു നിറയുന്നത്. അപ്പോൾ അത്രയും എന്തായാലും ഈ കൊച്ചു സ്കൂളിൽ പോയ ഒരു കൊച്ചല്ലേ, എന്തായാലും അധ്യാപകരെയൊക്കെ കണ്ടു കേട്ടറിഞ്ഞ കുട്ടിയായിരിക്കുമല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കും ഈ പറയുന്ന പോലെ
10ാം ക്ലാസ് വരെയുള്ള പിള്ളേരെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടികളോടുള്ള ആ സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ കുട്ടി എന്താ ഇങ്ങനെ, ആ സാറിന്റെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ കൊച്ച് കോമാളിത്തരം തന്നെയാണ് കാണിക്കുന്നത്. ഭയങ്കര ചിരി, അവന് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഉണ്ണികൃഷ്ണ മാഷിന്റെ മകനോ കൊച്ചുമകനോ ആകാനുള്ള പ്രായമേ ഈ പയ്യന് കാണത്തുള്ളായിരിക്കും. പയ്യനായിരിക്കണം, കാരണം കണ്ടിട്ട് ചെറിയ പ്രായമുള്ളൊരു പയ്യനാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ മോശമായിപ്പോയി. അതുപോലെ തന്നെ ഇത്രയും മരണം നടന്നെടുത്ത് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടവര്, കൊച്ചു കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവര്, ആ സ്കൂളിലെ മുഴുവൻ കുഞ്ഞുങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയേ. സ്കൂളിൽ പഠിച്ച മുഴുവൻ കുഞ്ഞുങ്ങള്, 50 മുഴുവൻ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ 50 കുഞ്ഞുങ്ങള്. അപ്പം 50 കുഞ്ഞുങ്ങളോളം, 49 വരെയെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ എത്രയാണെന്ന് കൃത്യമായിട്ട് ഇന്നത്തെ കണക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയാതെ അത്രയും ആൾക്കാരെ നഷ്ടപ്പെട്ടെടുത്ത് പിന്നെ ഉള്ള സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട ആ ഗ്രാമമേ മാഞ്ഞുപോയി. അങ്ങനെയുള്ളിടത്ത് അത്രയും ഒരു ദുരിതം വന്നെടുത്ത് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഈ കൊച്ച് ഭയങ്കര ചിരിയാണ്. ഈ റിനോയ് എന്ന് പറഞ്ഞ പിന്നെ ആ കുട്ടി ഭയങ്കര, അവന് സന്തോഷം സഹിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. എടാ കൊച്ചിനെ, നിനക്ക് എന്തിന്റെ അസുഖമായത്? നിന്റെ വീട്ടിലൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലേ? കഷ്ണം അവർക്കൂടെ ചീത്തപ്പേരല്ല നീ അല്ലേ? നിന്റെ കൂട്ടുകാർ, നീ ഈ വീഡിയോ ഇട്ട സമയത്ത് എന്റെ കൂട്ടുകാരൊന്നും കണ്ടില്ലായിരുന്നു? ആ ഒറ്റ ഒരാളെ ഇതിനെ ഒന്ന് പറഞ്ഞു തരുത്തി ആ ഒരു കുട്ടിയെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ആരും ഇല്ലായിരുന്നു? വീട്ടിലുള്ളവരെ കൂടെ പറയിക്കാനുണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ പിള്ളേർ. എല്ലാ പിള്ളേരും ഇല്ല കേട്ടോ, ഇങ്ങനെ ഇപ്പൊ ഉണ്ടോ പിള്ളേർ? എന്തായാലും അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കൊച്ചിനോട് ഭയങ്കര ദേഷ്യം തോന്നി. അപ്പൊ അതിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് ഓർത്തിട്ടുണ്ട് സത്യം പറഞ്ഞ് ഇന്ന് വീഡിയോ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വന്നിരുന്നത്. അപ്പം എന്തായാലും വളരെ മോശമായിപ്പോയി. എല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൻ ചിരിക്കുക. ഇപ്പം ചാനലെല്ലാം ഡിലീറ്റ് ആയി എന്ന് പറയുന്നത് കേട്ടു. എന്തായാലും വളരെ കഷ്ടമായിപ്പോയി. ആ സാർമാരുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അപ്പം അങ്ങനെയുള്ളിടത്ത് അതുപോലെ തന്നെ ഒരു വീട്ടിലെ ഒരാളെ അവശേഷിച്ചിട്ട് ബാക്കിയുള്ള അംഗങ്ങളെല്ലാം പോയവര്, കുഞ്ഞുങ്ങളെല്ലാം നഷ്ടപ്പെട്ടവര്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങള്, എന്താ പറയുന്നത്, എത്ര ആൾക്കാരൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഫോൺ അങ്ങോട്ട് ഓണാക്കി അല്ലെങ്കിൽ TV അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. അതിന്റെ ഒരു കഥ മാത്രമേ ഉള്ളൂ ഇപ്പം ചർച്ചാ വിഷയം. എല്ലാവരുടെയും മുന്നിൽ ഉറക്കത്തിലും എവിടെ തിരിഞ്ഞാലും ഇതേ ഉള്ളൂ സംഭവം. ഈ ദുരന്തത്തിന്റെ കാര്യമേ ഉള്ളൂ പറയാൻ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഈ കൊച്ചന്റെ, ഈ റിനോയുടെ അഹങ്കാര ചിരി ഉണ്ടല്ലോ, അത് ഭയങ്കര മോശമായിപ്പോയി. റിനോയ് ലവ്, അവന്റെ ചാനലിന്റെ പേര് അതാണ്, റിനോയ് ലവ്. അപ്പം വേണമെങ്കിൽ ഡിലീറ്റ് ആക്കി കളഞ്ഞ ചാനൽ. അവന്റെ പേര് റിനോയ് എന്നാണേ. അപ്പൊ ആ കൊച്ചൻ അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ വളരെ മോശമായിട്ട്, അതായത് ഇത്രയും ദുരന്തം നടന്ന സമയത്ത് അവനങ്ങ് ഭയങ്കര സന്തോഷം. അപ്പം അത് നമുക്ക് ആ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട്, നമുക്കത് കാണാം. അത് നടത്തിയ മക്കള് അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി. അർജുന്റെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചവർ കമന്റ് ചെയ്യും. കാണുമ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞതാണ്, അതായത് പ്രകൃതിയാണ് അത്ര സ്നേഹിച്ച ഒന്നുമില്ല. കാരണം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ, അതുമതി. സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ, മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ച്. സന്തോഷം കൊണ്ടങ്ങ് ഇരിക്കാൻ വയ്യ. ഇത്രയും ആൾക്കാർ ദുരിതപ്പെട്ട് അവരുടെ വീട്ടിലുള്ള അംഗങ്ങളെ നഷ്ടപ്പെട്ട്, അച്ഛനെയും അമ്മയും കുഞ്ഞുങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട്, സർവ്വമാന സ്വത്തുക്കളും നഷ്ടപ്പെട്ട്, ഒരു നാട് മൊത്തം ഒലിച്ചു പോയി, കാണാൻ മറയത്തായി പോയി ഒരു നാട് മൊത്തം. അവൻ ഇതെല്ലാം കണ്ടപ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷം, സഹിക്കാൻ വയ്യ അവന്. അയ്യോ എനിക്ക് വയ്യ, ഭയങ്കര കഷ്ടം. എന്തായാലും നിന്റെ ഒരു സ്വഭാവം കൊള്ളാം മോനെ, നീയെങ്കിലും നിന്റെ തെറ്റ് തിരുത്തി നീ നല്ല കുട്ടിയാവാൻ നോക്ക് കേട്ടോ. ഇത് ഈ സ്വഭാവത്തിൽ നീ മുന്നോട്ട് പോകരുത്. കാരണം നിന്റെ വീട്ടുകാർക്കൂടെ നീ ഒരു ചീത്തപ്പേരാവും അവസാനം. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം വീണ്ടും കാണുമ്പോൾ ബൈ.